നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായിട്ടുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. നമ്മൾ പഠിക്കുന്ന സയൻസസ് മുഴുക്കെ അപരാവിദ്യകളായി മാറുകയാണ്. അത് പ്രപഞ്ചത്തിൻ്റെ ഒരു തലത്തെ മാത്രമാണ് ബാധിക്കുന്നത്. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഭൗതിക തലം, പ്രാപഞ്ചിക തലം മാത്രം. അതിന് പിന്നിലുള്ള അവ്യക്തം എന്ന തലത്തെയോ അതിൻ്റെയും പിന്നിലുള്ള അടിസ്ഥാന ഘടകമായ പരാശക്തി എന്ന തലത്തെയോ അത് ഒരിക്കലും സംബന്ധിക്കുന്നില്ല എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികൾക്കും ഈ 3 തലങ്ങളിലും ഒരേ സമയത്ത് നിലനിൽപ്പുണ്ട് എന്നിരിക്കെ മനുഷ്യൻ തൻ്റെ പുരോഗതിക്ക് ആശ്രയിക്കുന്ന വിവേകത്തിന് അല്ലെങ്കിൽ അറിവിന് ഒരു തലത്തിൽ മാത്രമേ ഉള്ളൂ അറിവ് എന്ന് വരുന്നത് ഒരു പോരായ്കയല്ലേ? അപ്പോൾ ഈ തലത്തിലുള്ള അറിവിനെ മറ്റ് 2 തലങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് ജീവിത ലക്ഷ്യമായി ഞാൻ ഏറ്റെടുത്തത്. ഭൗതികം, അവ്യക്തം, പരാശക്തി എന്നിങ്ങനെ യാഥാർത്ഥ്യത്തിന്റെ 3 തലങ്ങൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ 3 തലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. താങ്കളുടെ തന്നെ ഗീതാ ദർശനത്തിൽ വളരെ വിശദമാക്കിയ ക്ഷരം, അക്ഷരം, അക്ഷരാതീതം എന്നീ 3 തലങ്ങൾ തന്നെയാണ് ഇത്. നമ്മളുടെ ഇവിടുത്തെ ഓഡിയൻസിന് പ്രയോജനമാകുന്ന രീതിയിൽ അതിനെ ഒന്നുകൂടി വിശദമാക്കാം. ഗീത അത് പിറക്കുന്നത് വരെയുള്ള എല്ലാ ദർശനങ്ങളെയും സമന്വയിപ്പിച്ച് വളരെ ലളിതമായ സമഗ്രമായ ഒരു പ്രപഞ്ച വീക്ഷണം നമുക്ക് തരുന്നു. അത് സ്പന്ദിക്കുന്ന ഒരു പ്രപഞ്ചത്തിൻ്റെ വീക്ഷണമാണ്. അടിസ്ഥാന ഊർജം, ഫണ്ടമെൻ്റൽ എനർജി എന്ന് പറയാവുന്നത് ഒരു ബലക്ഷേത്രമായി ഫോഴ്സ് ഫീൽഡ് രൂപാന്തരപ്പെടുന്നു. ആ ബലക്ഷേത്രം സ്ഫോടനാത്മകമായി വികസിക്കുന്നു. അങ്ങനെ വികസിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ചുഴികളാണ് പദാർത്ഥ കണങ്ങൾ. ഈ പദാർത്ഥ കണങ്ങൾ പരസ്പരം ഊർജം കൈമാറി ഒന്നിച്ചു ചേർന്ന് വലിയ ദ്രവ്യ പദാർത്ഥങ്ങളായിട്ട് മാറുന്നു, ഗോളങ്ങളായിട്ട്, നക്ഷത്രങ്ങളായിട്ട് ഒക്കെ. പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന നിർമ്മിതി ഇങ്ങനെ ഈ ബലക്ഷേത്രവും ഈ ദ്രവ്യകണങ്ങളും അവ തമ്മിൽ നടക്കുന്ന ഊർജ വിനിമയവും കൊണ്ടാണ്. അതിനെയാണ് നമ്മൾ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുക. പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ദ്രവ്യത്തിൻ്റെ 3 അവസ്ഥകളായ ഘനദ്രവ ബാഷ്പരൂപങ്ങളും ഭൂമി, ജലം, വായു, ആകാശവും ഈ ദ്രവ്യകണങ്ങൾ തമ്മിലുള്ള ഊർജ വികിരണമായ അഗ്നിയും ചേർന്നതാണ്. ഇങ്ങനെയുള്ള ഉപാധികളെ കൊണ്ട് ഈ ബലക്ഷേത്രത്തിൽ ദൃശ്യപ്രപഞ്ചം രൂപവൽക്കരിക്കപ്പെടുന്നു. ഈ 3 അവസ്ഥകളെയും കുറിച്ച് കൃത്യമായി പ്രതിപാദിക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിൽ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചത്തിൻ്റെ ചിത്രം കിട്ടുന്നു. ഈ 3 അവസ്ഥകളെ പ്രപഞ്ചത്തിൻ്റെ 3 തലങ്ങളായി സങ്കല്പിക്കുന്നു. അടിസ്ഥാന ഊർജത്തിൻ്റെ തലം ഈശം, അതിൻ്റെ ഭാവാന്തരമായ ബലക്ഷേത്രത്തിൻ്റെ തലം അവ്യക്തം, ബലക്ഷേത്രത്തിലെ ദ്രവ്യമാനങ്ങളുടെ കൂട്ടായ്മയ്ക്ക് നമ്മൾ ദൃശ്യപ്രപഞ്ചം എന്ന് പറയുന്നു. ഈ ദൃശ്യപ്രപഞ്ചത്തിൽ ഭൂതജാലങ്ങളൊക്കെ ജനിക്കുകയും മരിക്കുകയും പുലരുകയും ഒക്കെ ചെയ്യുകയാണ്. ഈ 3 തലങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുകൂടി ഗീതയിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ അടിസ്ഥാന ശക്തി ആദ്യമേ ഉണ്ടായിരുന്ന അടിസ്ഥാന ഊർജമാണ്. പ്രപഞ്ചം എത്ര വികസിക്കുമ്പോഴും എങ്ങനെയൊക്കെ പരിണമിക്കുമ്പോഴും ഈ അടിസ്ഥാന ബലം അതുതന്നെയായിട്ട് തുടരുന്നു.
ആ അടിസ്ഥാന ബലം ഈ ബലക്ഷേത്രത്തിലും അതുപോലെ ഈ ദൃശ്യപ്രപഞ്ചത്തിലുമൊക്കെ വ്യാപിച്ച് എല്ലാറ്റിനെയും ഉൾക്കൊണ്ടുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് അതിനെ കാരണം എന്ന് പറയുന്നു. ഈ ബലക്ഷേത്രത്തിലുണ്ടാകുന്ന ദ്രവ്യങ്ങളെ സൂക്ഷ്മങ്ങൾ എന്ന് പറയുന്നു. സൂക്ഷ്മങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ലോകത്തിന് നമ്മൾ ദൃശ്യപ്രപഞ്ചം അഥവാ ക്ഷരലോകം എന്ന് പറയുന്നു, സ്ഥൂല ലോകം എന്ന് പറയുന്നു. അപ്പോൾ 3 തലങ്ങൾക്ക് പേര് നമ്മുടെ പ്രപഞ്ചത്തിന് സ്ഥൂലം എന്നും, നമ്മൾ എന്തിൽ നിന്നുണ്ടായി എന്തിലേക്ക് പോകുന്നുവോ അതിന് സൂക്ഷ്മം എന്നും, അടിസ്ഥാന തലത്തിന് കാരണം എന്നും പറയുന്നു. അപ്പോൾ നമ്മൾ ഈ സ്ഥൂല പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് എത്ര ആണിവേരുണ്ട് എന്ന് ചോദിച്ചാൽ എല്ലാ തലങ്ങളിലേക്കും നമുക്ക് വേരുകൾ ഉണ്ട്. നമുക്കൊരു ദേഹമുണ്ട്. ദേഹം ഈ സ്ഥൂല ലോകത്താണ്. നമ്മുടെ ശരീരത്തിൽ ജീവനുണ്ട്. ജീവൻ ആ ഇടയ്ക്കുള്ള അവ്യക്തം എന്ന ബലക്ഷേത്രത്തിലാണ്. ഈ സ്ഥൂല ശരീരവും ഈ ജീവനും ഉൾപ്പെടെയെല്ലാം അടിസ്ഥാന ഊർജം എന്ന സാർവത്രികമായ സർവത്തെയും ഭരിക്കുന്ന ശക്തിവിശേഷത്തിലാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്തിരിക്കുന്ന ജീവനിലൂടെ പ്രപഞ്ചത്തിൻ്റെ ആത്യന്തിക ബലവുമായി ബോധപൂർവം വീഴ്ചപ്പെടാനായിട്ട് സാധിക്കും. ആ വീഴ്ചയെയാണ് യോഗം എന്ന് പറഞ്ഞിരുന്നത്. ആ വീഴ്ച സാധിക്കാനുള്ള ഉപാധികളെയാണ് ഗീത യോഗവിദ്യ എന്ന പേരിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ അടിസ്ഥാന ഊർജവുമായി ബന്ധപ്പെടുമ്പോൾ ആത്യന്തികമായ സുഖം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നാണ് ഗീത പറയുന്നത്. അനുഭവിച്ചവരൊക്കെ അത് ശരിയാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. വേദവ്യാസ മഹർഷി അതിന് സാക്ഷ്യമായി നിലകൊള്ളുന്ന ഒരാളാണ്. അനുഭവിച്ച് സാക്ഷ്യപ്പെടുത്തിയാണ് അദ്ദേഹം കുറിച്ചു വച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാവും. പക്ഷേ ആധുനിക ശാസ്ത്രത്തിന് ആകെ ഒരു തലമേ ഉള്ളൂ. നമ്മുടേതായ ഈ ഭൗതികമായ സ്ഥൂലമായ ഒരു തലം. അതുകൊണ്ട് തന്നെ ശാസ്ത്ര നിർമ്മിതികൾ ജീവനില്ലാത്തവയാണ്. ശാസ്ത്രനിർമ്മിതി മാത്രമല്ല, സർഗസൃഷ്ടിയിലെ എല്ലാതും പിന്നീടുണ്ടാക്കുന്ന അവയുടെ എല്ലാ നിർമ്മിതികളും ജീവനില്ലാത്തവയാണ്. പക്ഷിക്ക് ജീവനുണ്ട്, പക്ഷിക്കൂടിന് ജീവൻ ഇല്ല. നമ്മളുണ്ടാക്കുന്ന വാഹനങ്ങൾക്കോ യന്ത്രങ്ങൾക്കോ ഉടലുണ്ട്, ദേഹമുണ്ട്, പക്ഷേ ജീവൻ ഇല്ല. അതുകൊണ്ട് തന്നെ യാന്ത്രികമായ ബുദ്ധി കൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന ഉപകരണങ്ങൾക്ക് ഒരു കാലത്തും മനുഷ്യൻ്റെ നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയില്ല. അതിന് ഒരു സൂക്ഷ്മ ശരീരത്തിലേക്ക് പോകാനോ അതുവഴി ആത്യന്തികമായ കാരണ ശരീരത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലുമോ സാധ്യമല്ല. അത് സാധ്യമായ മനുഷ്യരായ നമുക്ക് എളുപ്പമല്ല എന്നിരിക്കെ അതിന് കോപ്പില്ലാത്ത, വേരില്ലാത്ത കൃത്രിമ ബുദ്ധിക്ക് അത് സാധ്യമല്ല എന്നർത്ഥം. അതുകൊണ്ട് ഏതെങ്കിലും കമ്പ്യൂട്ടറുകൾ മനുഷ്യരെ എന്തെങ്കിലും ഭരിക്കാൻ തുടങ്ങുമോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് തീർച്ചയായും മറുപടി പറയാൻ കഴിയും, ഇല്ല, പേടിക്കണ്ട എന്ന്.